വലിയ ബിൽഡപ്പുകളൊന്നുമില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. വിഷയം ഹണി റോസ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു വെളിപ്പെടുത്തലും അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ്. കഴിഞ്ഞ കുറെ കാലമായി തനിക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങൾക്കെതിരെയും ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കെതിരെയുമാണ് ഹണി റോസ് തുറന്നടിച്ച് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ഒരു വ്യക്തി തുടർച്ചയായി തനിക്കെതിരെ നടത്തുന്ന അധിക്ഷേപങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് നടി പ്രതികരിച്ചിരുന്നത്. ഇയാൾ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തുടർച്ചയായി മനഃപൂർവ്വം പിന്നാലെ നടന്ന് തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നും അയാൾ ക്ഷണിച്ച ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ സംസാരിക്കുകയാണെന്നും ഹണി റോസ് വ്യക്തമാക്കിയിരുന്നു. പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഏതൊരു സ്ത്രീയെയും ഒരാൾക്ക് എന്തും പറഞ്ഞ് അപമാനിക്കാനാകുമോ എന്ന ചോദ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തോ ഹീറോയിസം കാട്ടുന്നത് പോലെ വലിയൊരു ജനസാഗരത്തിന് മുൻപിൽ തന്റെ പ്രിവിലേജിന്റെ പുറത്ത് മാത്രം മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ എന്തും പറയാമെന്ന് കരുതുന്ന ചിലരുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ നടക്കുന്ന ഈ അധിക്ഷേപങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് നടി. ഇതിൽ ദ്രുതഗതിയിൽ തന്നെ പോലീസ് നടപടികളും പുരോഗമിക്കുന്നുണ്ട്. തന്റെ ജോലിയുടെ ഭാഗമായി പൊതുവേദികളിലെത്തുന്ന നടി അവർക്കിഷ്ടമുള്ള, അവർക്ക് നല്ലതെന്ന് തോന്നുന്ന വസ്ത്രം ധരിക്കുന്നതിന്റെ പേരിൽ അവരെ അധിക്ഷേപിക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ലെന്നും ഓരോരുത്തരും അവരവരുടെ ചിന്തകൾക്കനുസരിച്ച് സ്വയം നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ താൻ ഉത്തരവാദിയല്ലെന്നും ഹണി റോസ് പറയുന്നുണ്ട്. ഇതൊരു ഹണി റോസിന്റെ കാര്യത്തിൽ മാത്രം ഉണ്ടാകുന്നതാണോ? അല്ല. അടുത്തിടെ നടി എസ്തർ അനിലിനും ഗായിക അഭയ ഹിരൺമയ്ക്കും ഉൾപ്പെടെ ഇതേപോലെയുള്ള അവസ്ഥകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാലവും സമൂഹവും സാങ്കേതിക വിദ്യയുമെല്ലാം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ചില മനുഷ്യർ മാത്രം പിന്നോട്ട് സഞ്ചരിക്കും. സമൂഹ മര്യാദകൾ അറിയാതെ അവർ വഷളൻ തമാശകൾ പറയും, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തും. പണക്കൊഴുപ്പിന്റെ പിൻബലത്തിൽ തനിക്കെതിരെ മറുവശത്ത് നിൽക്കുന്നയാൾ പ്രതികരിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഇവരിൽ പലരും ഇവിടെ വിലസുന്നത്. മറ്റു ചിലരാകട്ടെ വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ മുഖംമൂടിക്കുള്ളിൽ നിന്നാണ് ഈ മാർക്കിടൽ പരിപാടി നടത്തുന്നത്. അവർക്ക് പിന്നാലെ ഇതൊക്കെ കേട്ട് പുളകം കൊള്ളാനും കൈയടിക്കാനും അയാൾക്ക് വേണ്ടി മാസ് ബീജമിട്ട് വീഡിയോകൾ പടച്ചുവിടാനുമൊക്കെ പുറകിൽ ഒരു സമൂഹം കൂടി ഉണ്ടെങ്കിലോ? വിരോധാഭാസം എന്തെന്നാൽ ഇത്രയും വഷളത്തരം പറയുന്ന ആളെ അനുകൂലിക്കാൻ പോലും ഇവിടെ ആളുകൾ ഉണ്ടെന്നതാണ്. പരാതിക്കാരി അവിടെ മോശക്കാരിയാകും. അവൾ ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വരും. മോശമായ പദപ്രയോഗങ്ങളിലൂടെയും അശ്ലീല ചുവയോടെയും സംസാരിക്കുന്ന ഈ വിദ്വാൻമാർക്ക് കിട്ടുന്ന പിന്തുണ പോലും ഹണി റോസ് എന്ന ഒരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന സ്ത്രീക്ക് കിട്ടുന്നില്ല. ഒരു സ്ത്രീ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു പുറത്തു പോകുമ്പോൾ ആരെ കാണിക്കാനാണ് ഈ പോക്ക് എന്ന ചോദ്യവും അവർ നേരിട്ട പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ ആ വസ്ത്രത്തിന്റെ അളവും ഇറക്കവും നോക്കി സ്ത്രീകൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നിശ്ചയിക്കുന്ന സമയം അതിക്രമിച്ചു. ഇതിനിടയിൽ എത്തിപ്പെടാൻ കഴിയാത്തിടത്ത് നുഴഞ്ഞു കയറിപ്പോലും ഏറ്റവും മോശമായ ക്യാമറ ആംഗിൾ വെക്കാനും ഹണി റോസ് മുന്നിലൂടെ പോയാൽ എന്ത് ചെയ്യും, എന്ത് തോന്നും എന്ന വഷളൻ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉളുപ്പില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും മറക്കുന്നില്ല. അധിക്ഷേപങ്ങൾ പരിധി കടക്കുന്നു എന്ന് ഒരു വ്യക്തി പരാതി പറയുമ്പോൾ അത്തരം അധിക്ഷേപങ്ങൾ അവസാനിപ്പിക്കാൻ കൂടെ നിന്നില്ലെങ്കിലും അതിനെ അവരെ അധിക്ഷേപിക്കാനുള്ള മറ്റൊരവസരമായി കാണാതെയിരിക്കാം. പ്രിവിലേജുകളുടെ പരകോടിയിൽ നിന്ന് തന്നെ അപമാനിക്കുന്ന ഒരാൾക്കെതിരെ ഒരു സ്ത്രീ തന്നെ ശബ്ദമുയർത്തുന്നത് പോലും ഇക്കാലത്ത് വലിയൊരു സമരമാണ്. ആ സമരത്തിന്റെ ഒപ്പം നിന്ന് ഇത്തരം പുഴുക്കുത്തുകളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാം, ഒഴിവാക്കാം. അത് അനിവാര്യമാണ്.